വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളെടുക്കുന്നത് ബികോം BBA കോമൺ സബ്ജക്റ്റായ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ റിപ്പീറ്റ് ആയിട്ട് വന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. പിന്നെ ബികോം BBAയുടെ ഇതുപോലെയുള്ള ഒരുവിധം എല്ലാ സബ്ജക്ട്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും അവരുടെ ഏതെങ്കിലും സബ്ജക്ട്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് നമുക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ നിന്ന് തുടങ്ങാം. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന സബ്ജക്റ്റിലെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് കോംപ്ലിമെൻ്ററി ഇവൻറ്റ്സ്? എന്താണ് കോംപ്ലിമെൻ്ററി ഇവൻറ്റ്സ്? വാട്ട് ഈസ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ? എന്താണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ? വാട്ട് ഈസ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്? എന്താണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്? വാട്ട് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ? കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്നാൽ എന്താണ്? വാട്ട് ഈസ് അഡിഷൻ തിയറം ഓൺ പ്രോബബിലിറ്റീസ് ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്? എന്താണ് അഡീഷൻ തിയറം? പ്രോബബിലിറ്റീസ് ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സിൽ എന്താണ് അഡീഷൻ തിയറം? വാട്ട് ആർ ദി യൂസസ് ഓഫ് പ്രോബബിൾ എറർ? പ്രോബബിൾ എററിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് വേരിയൻസ്? എന്താണ് വേരിയൻസ്? വാട്ട് ഈസ് സീറോ കോറിലേഷൻ? എന്താണ് സീറോ കോറിലേഷൻ? വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് എറർ? എന്താണ് സ്റ്റാൻഡേർഡ് എറർ? വാട്ട് ആർ ദി കണ്ടീഷൻസ് ഫോർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? വാട്ട് ഈസ് എ പ്രോഗ്രാമിംഗ് ടെക്നിക്? എന്താണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ്? വാട്ട് ഈസ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ? എന്താണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ? വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് റിഗ്രഷൻ അനാലിസിസ്? റിഗ്രഷൻ അനാലിസിസിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? സ്റ്റേറ്റ് ദ അഡീഷൻ തിയറം ആൻഡ് ഫൈൻഡ് ഇറ്റ് ഫോർ 3 ഇവൻറ്റ്സ്. ഡിഫൈൻ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്. വാട്ട് ഈസ് ചീ സ്ക്വയർ ടെസ്റ്റ്? വാട്ട് ഈസ് അനോവ? എന്താണ് ചീ സ്ക്വയർ ടെസ്റ്റ്? അതുപോലെ തന്നെ എന്താണ് അനോവ എന്ന് പറയുന്നത്? നമുക്കറിയാലോ അനോവ ടേബിൾ. അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളതാണ് കുറച്ച് പ്രോബ്ലംസ് ആണ്. പ്രോബബിലിറ്റി കാണാനുള്ള പ്രോബ്ലംസ് ആണ് ഇനി വന്നിട്ടുള്ളത്. ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ടൊന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ വന്നില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തെ കുറിച്ച് നോക്കാം. എ സബ് കമ്മിറ്റി ഓഫ് 6 മെമ്പേഴ്സ് ഈസ് ടു ബി ഫോംഡ് ഔട്ട് ഓഫ് എ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് 7 men and 4 ladies. Calculate the probability that the subcommittee will consist of exactly 2 ladies. At least 2 ladies. അടുത്തൊരു പ്രോബ്ലമാണ്. If 20% of the articles produced by a machine are defective, find the probability that out of 4 articles chosen at random, A. at most 2 are defective, B. exactly 3 are defective. ഇത്രയുമാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള റിപ്പീറ്റഡ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തതാണ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് സബ്ജക്റ്റിലെ ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ മെഷറിംഗ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ? കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ അളക്കാനുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്? വാട്ട് ആർ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ? എന്താണ് തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ? അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് ഹൈപ്പോത്തസിസ്? എന്താണ് ഹൈപ്പോത്തസിസ്? വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്? പലതരം ഹൈപ്പോത്തസിസ് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 8 coins are tossed simultaneously. Find the probability of getting at least 6 heads. 8 കോയിന് ഒരുമിച്ച് ടോസ് ചെയ്താൽ നമുക്ക് 6 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തൊക്കെയാണ്? ആ ഒരു പ്രോബബിലിറ്റി എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ദ കോഎഫിഷ്യൻ്റ് ഓഫ് റാങ്ക് കോറിലേഷൻ ഓഫ് ദി മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ 10 സ്റ്റുഡൻസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് വാസ് 0.2. ഇറ്റ് വാസ് ലേറ്റർ ഡിസ്കവേർഡ് ദാറ്റ് ദ ഡിഫറൻസ് ഇൻ റാങ്ക്സ് ഓഫ് വൺ ഓഫ് ദി സ്റ്റുഡൻസ് വാസ് സ്ട്രോങ്ലി ടേക്സ് ആസ് 7 ഇൻസ്റ്റെഡ് ഓഫ് 9. ഫൈൻഡ് ദി കറക്റ്റ് റിസൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 2 sets of candidates are competing for the positions on the board of directors of a company. The probabilities that the first and second sets will win are 0.6 and 0.4 respectively. If the first set wins,
the probability of introducing a new product is 0.8 and the corresponding probability if the second set wins is 0.3. What is the probability that the new product will be introduced? ഈ ഒരു ക്വസ്റ്റ്യൻസിൽ എന്താണ് പറഞ്ഞതെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ ഒരു മീനിങ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ രണ്ട് ടീം ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്കുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ആ ഒരു ഫസ്റ്റ് ടീം ആ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കാനുള്ള സാധ്യത 0.6ഉം അതുപോലെ തന്നെ രണ്ടാമത്തെ ടീം ആ ഒരു കോമ്പറ്റീഷനിൽ ജയിക്കാനുള്ള സാധ്യത 0.4ഉമാണ്. ഫസ്റ്റ് ടീം ആ ഒരു കോമ്പറ്റീഷനിൽ ജയിച്ചിട്ട് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അംഗമായാൽ ആ ഒരു ടീം പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത 0.8ഉം അതുപോലെ തന്നെ രണ്ടാമത്തെ ടീം ജയിച്ചിട്ട് അവർ ആ കമ്പനിയിലൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൊരു അംഗമായാൽ അവരൊരു ന്യൂ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത 0.3ഉമാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്? ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ദ ഫോളോവിങ് ടേബിൾ ഷോസ് ദ റെസ്പെക്റ്റീവ് IQs ഓഫ് 10 fathers and their eldest sons. Calculate rank correlation coefficient. Fathers IQ 91, 97, 102, 103, 103, 105, 110, 114, 116, 124. Sons IQ 102, 94, 105, 115, 113, 99, 98, 112, 120, 108. അടുത്തൊരു ക്വസ്റ്റ്യൻസ് നോക്കാം. 2 variables gave the following data r is equal to 0.7. Obtain the 2 regression lines and find the most likely value of y when x is equal to 24. Variables x and y, mean 20 and 15, standard deviation 4 and 3. അടുത്തൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. The compensation received by 1000 workers in a factory are given in the following table. Wages and number of workers: 80 to 100 10, 100 to 120 100, 120 to 140 400, 140 to 160 250, 160 to 180 200, 180 to 240. Find the probability that a worker selected as wages under rupees 100, wages above rupees 140, wages between rupees 120 and 180. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, a systematic sample of 100 pages was taken from a dictionary and the observed frequency distribution of foreign words per page was found to be as follows. Calculate the expected frequencies using Poisson distribution. Number of foreign words per page. Frequency 048, 127, 212, 37, 44, 51, 61. ഇത്രയും ഡാറ്റാസാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ ഫാക്ടറി വാസ് പ്രൊഡ്യൂസിങ് ഇലക്ട്രിക് ബൾബ്സ് ഓഫ് എ ആവറേജ് ലെങ്ത് ഓഫ് 2000 hours. എ ന്യൂ മാനുഫാക്ചറിംഗ് പ്രോസസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഹോപ്പ് ഓഫ് ഇൻക്രീസിംഗ് ദ ലെങ്ത് ഓഫ് ദി ലൈഫ് ഓഫ് ബൾബ്സ്. എ സാമ്പിൾ ഓഫ് 25 bulbs produced by the new process was examined and the average length of life was found to be 2200 hours. Examine whether the average length of bulb was increased assuming the length of lives of bulbs follow normal distribution with alpha 0.05. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയേഴ്സ് ഓഫ് എക്സ് സ്ക്വയർ ടെസ്റ്റ് ആസ് എ ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്. അടുത്തൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദ ടെക്നിക് ഓഫ് അനലൈസിസ് ഓഫ് വേരിയൻസ് വിത്ത് ആൻ ഇല്ലുസ്ട്രേഷൻ ഫോർ വൺ വേ ക്ലാസിഫിക്കേഷൻസ്. ഇത്രയുമാണ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യണമെന്നുള്ള ക്വസ്റ്റ്യൻസ്. ഒരിക്കലും മിസ് ചെയ്യരുത്. ഇൻഡയറക്റ്റ് ആയിട്ടും ഈ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രോബബിലിറ്റി എന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ചാപ്റ്റർ ഒരിക്കലും മിസ് ചെയ്യരുത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്തായാലും അടുത്ത ലോങ് എസ്സേ ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 15 മാർക്കിനോ അല്ലെങ്കിൽ 18 മാർക്കിനോ ആണ് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഇവിടെ വന്നിട്ടുള്ള റിപ്പീറ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് കോറിലേഷൻ? എക്സ്പ്ലെയിൻ ദ വേരിയസ് ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ. എന്താണ് കോറിലേഷൻ? കോറിലേഷൻ്റെ വേരിയസ് ഡിഗ്രീസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. Next question, a test was given to 5 students taken any at random from the 5th class of 3 schools of a town. The individual scores are: School 1 97658, School 2 74545, School 3 65676. Carry out the analysis of variance.
അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോവിങ് ടേബിൾ ഗീവ്സ് ദ റിസൾട്ട് ഓഫ് ദി SSLC എക്സാമിനേഷൻ ഓഫ് എ ടൗൺ ഹെൽഡ് ഇൻ Mare 1996. ഏജ് ഓഫ് കാൻഡിഡേറ്റ് 13, 14, 15, 16, 17, 18, 19, 20, 21. Percentage of failure 13 39, 14 41, 15 43, 16 34, 17 37, 18 39, 19 49, 20 47, 21 55. Calculate coefficient of correlation and estimate probability error and standard error. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും അതുപോലെ തന്നെ പ്രോബബിലിറ്റി എററും സ്റ്റാൻഡേർഡ് എററും കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഓഫ് ഫിറ്റിംഗ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ദ ഫോളോവിങ് ഡാറ്റ ഷോസ് ദ നമ്പർ ഓഫ് സീഡ്സ് ജെർമിനേറ്റിംഗ് ഔട്ട് ഓഫ് 10 ഓൺ ഡാംപ് ഫിൽറ്റർ പേപ്പർ ഓഫ് 80 സെറ്റ് ഓഫ് സീഡ്സ്. ഫിറ്റ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡാറ്റ ആൻഡ് ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. X 0 1 2 3 4 5 6 7 8 9 and 10. Y 6 20 28 12 8 6 0 0 0 0 0. ഇത്രയും ഡാറ്റാസാണ് നമുക്ക് തന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ടെസ്റ്റ് വെദർ ദ ആക്സിഡൻറ്റ്സ് ഒക്യൂർ യൂണിഫോമിറ്റി ഓവർ വീക്ക് ഡേയ്സ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഫോളോവിങ് ഇൻഫർമേഷൻ. ഡേയ്സ് ഓഫ് വീക്ക്: Sunday number of accidents 11, Monday 13, Tuesday 14, Wednesday 13, Thursday 15, Friday 14, Saturday 18. Give below is 16 pairs of values showing the performance of two machines A and B. Test whether there is a difference between the performance. Table value of Wilcoxon T at 5% significance is 25. A 73, 43, 47, 53, 58, 47, 52, 58, 38, 61, 56, 56, 34, 55 and 65, 75. Bയിൽ 51, 41, 43, 41, 47, 32, 24, 58, 43, 54, 52, 57, 44, 57, 40 and 68. ഇത്രയുമാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന BCom BBA കോമൺ സബ്ജക്റ്റിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഒന്നും നോക്കിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് എങ്കിലും നോക്കി വയ്ക്കുക. ഇത് വീണ്ടും റിപ്പീറ്റഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻസ് ആണ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ പറയുന്നുള്ളൂ. വൺ വേർഡ് ആണ്. ഒരു മാർക്കിനാണ് സാധാരണ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എ ഹൈപ്പോത്തസിസ് മേ ബി ക്ലാസിഫൈഡ് ആസ് ഡാഷ്. T distribution ranges from dash. The probability of an impossible event is dash. The mean and variance are dash in Poisson distribution. When u is equal to 0 and 6 is equal to 1, the normal distribution is called dash. When the hypothesis is false and the test accepts it, this is called dash. The variance of a binomial distribution is 2. Its standard deviation is dash. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്. എങ്കിലും ഈ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കി വയ്ക്കുക, സ്കിപ്പ് ചെയ്യരുത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം പേപ്പറാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നും മിസ് ചെയ്യരുത്. ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസൊക്കെ ഡയറക്റ്റായിട്ട് ചോദിച്ചില്ലെങ്കിലും ഇൻഡയറക്റ്റായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക്